പാറയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന അമ്മയ്ക്കും മകൾക്കും വെട്ടേറ്റു. മുന്നിയൂർ പാലക്കൽ സ്വദേശി സുമി, മകൾ ഷീബ ഫാത്തിമ എന്നിവർക്കാണ് വെട്ടേറ്റത്. സ്കൂട്ടറിലെത്തിയ ആളാണ് വെട്ടിയത്. ഷബ ഫാത്തിമയാണ് മകളുടെ പേര്. ഷബ ഫാത്തിമയാണ്. സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നും ടെലിഫോണിൽ. സമീർ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്ത് കാരണത്താലാണ് ഇവരെ അമ്മയും മകളെയും വെട്ടിയത്? ഇന്ന് വൈകുന്നേരം 7:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു അമ്മയും മകളും. അങ്ങനെ തലപ്പാറയിൽ എത്തുന്ന സമയത്താണ് മറ്റൊരു സ്കൂട്ടറിൽ വന്ന ഒരു യുവാവ് ഇരുവരെയും വെട്ടിയത് എന്നുള്ളതാണ് ഈ പരിക്കേറ്റ ഈ സുമി വ്യക്തമാക്കുന്നത്. ഈ സുമി ആയിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ഈ മകൾ ഷബ ഫാത്തിമ പിറകിലായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ബൈക്കിലെത്തിയ ഇയാൾ ഈ എന്തോ ആയുധം ഉപയോഗിച്ചുകൊണ്ട് വെട്ടുകയായിരുന്നു എന്നുള്ളതാണ് സുമി പറഞ്ഞിരിക്കുന്നത്. സുമിയുടെ വലതു കൈക്കാണ് സാരമായ പരിക്കേറ്റിരിക്കുന്നത്. ഈ ഷബ ഫാത്തിമക്കും നിലവിൽ പരിക്കേറ്റിരിക്കുകയാണ്. ഇവരെ നിലവിൽ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ സുമിയുടെ കൈയിന് 4 തുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നിലവിൽ തിരുരങ്ങാടി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ആക്രമിച്ച ശേഷം പ്രതി ഇവരുടെ ബൈക്കിന് മുൻഭാഗത്തേക്ക് എത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്ന് ചിരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നുള്ളതാണ് സുമി വ്യക്തമാക്കുന്നത്. എന്താണ് ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ ഒരു വ്യക്തതയില്ല. മാത്രമല്ല ഈ ബൈക്കിന്റെ നമ്പർ മറ്റും എല്ലാം തന്നെ നോട്ട് ചെയ്യാൻ ആ ഒരു സമയത്ത് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതുമാണ് നിലവിൽ സുമി വ്യക്തമാക്കുന്നത്. പിന്നീട് ഉടൻ തന്നെ വാഹനം സൈഡാക്കി പിന്നീട് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിരുരങ്ങാടി പോലീസ് സംഭവ സ്ഥലത്തെത്തി മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. സമീർ, ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന രീതിയിൽ ആശ്വാസകരമായ ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇവർക്ക് പരിചയമില്ലാത്ത ഒരാളാണോ വെട്ടിയത്? ഇവരുടെ പരുക്ക് നിലവിൽ ഗുരുതരമല്ല, ആശ്വാസകരമാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാരമുള്ളതല്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇവരുടെ വലതു കൈയിന് ആണ് മുറിവുള്ളത്. 4 സ്റ്റിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവർ നിലവിൽ ഇതിനു മുൻപ് കണ്ടവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കമോ ഉള്ളതായി ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ സുമി വ്യക്തമാക്കുന്നത്. പിന്നീട് ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അക്രമം ഉണ്ടായത് എന്നുള്ളത് സുമിക്കും സ്വാഭാവികമായും സംശയമുണ്ട്. ലഹരിയോ മറ്റെന്തെങ്കിലും ആണോ ഉപയോഗിച്ചതിന് ശേഷമാണോ ഈ മർദ്ദനത്തിലേക്ക് എത്തിയത് എന്നുള്ളൊരു സംശയമാണ് ഈ പരിക്കേറ്റിരിക്കുന്ന ഈ വീട്ടമ്മ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മുൻപ് എങ്ങാനും തർക്കമോ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഭീഷണിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പരിക്കേറ്റ സുമി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പ്രത്യേകിച്ച് ഈ രാത്രി കാലങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സഞ്ചരിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഈ സുമിയും മുന്നോട്ട് വെക്കുന്നത്. അതായത് നിലവിൽ പരിക്കേറ്റ ഇരുവരെയും നിലവിൽ തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ തിരുരങ്ങാടി പോലീസും സംഭവ സ്ഥലത്തെത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ CCTV എല്ലാം തന്നെ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ പോലീസ് വ്യക്തമാക്കുന്നത്.